അതായത് കത്തോലിക്ക തിരുസഭയിൽ കഴിഞ്ഞ ഞായറാഴ്ച വലിയ ഒരു തിരുനാൾ ആഘോഷിച്ചു. ഏത് തിരുനാളാ പറഞ്ഞേ? പന്തക്കുസ്ത തിരുനാൾ. പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ച് ലോകം മുഴുവൻ ഈ ദിവസങ്ങളിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വായനകൾ, വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് വായിക്കുന്ന വായനകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അത്രമേൽ ദൈവം ഇടപെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് തിരുസഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പന്തക്കുസ്ത അനുഭവം സ്വീകരിച്ച ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ചില അടിസ്ഥാനപരമായ മാറ്റങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പന്തക്കുസ്ത വരെ അതിശക്തമായിട്ട് ലോകം മുഴുവൻ പലതരത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ. അങ്ങനെ പ്രാർത്ഥിച്ചോ? അങ്ങനെ പ്രാർത്ഥിച്ചവരെന്ന് കൈപൊക്കിക്കേ. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ശ്രദ്ധിച്ചേ, കണ്ടില്ലേ, ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും പേര്, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും നിശ്ചയമായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് 9 ദിവസത്തെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു. പന്തക്കുസ്ത തിരുനാള് പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇനി എന്ത്? ഇത്രയും ദിവസം ഞാൻ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കും? ഈ ചോദ്യം ചോദിക്കാൻ പറ്റിയത് വിശുദ്ധ ഗ്രന്ഥത്തോടാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ വിഷയത്തിന് കൃത്യം വ്യക്തമായി ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഏത് പുസ്തകം പറഞ്ഞേ? ഏത് പുസ്തകം? അപ്പസ്തോല പ്രവർത്തനം. പറഞ്ഞേ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്. അപ്പസ്തോല പ്രവർത്തനം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി വായിച്ചു പഠിക്കേണ്ട ഏറ്റവും സുന്ദരമായ പുസ്തകം അപ്പസ്തോല പ്രവർത്തന പുസ്തകം. പറഞ്ഞേ, അപ്പസ്തോല പ്രവർത്തന പുസ്തകം. അപ്പസ്തോല പ്രവർത്തന പുസ്തകം ആരെഴുതിയത്? അപ്പസ്തോല പ്രവർത്തനം ആരെഴുതിയതാ? ലൂക്ക, വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ എഴുതിയതാണ്. കാരണം വിശുദ്ധ ലൂക്കാ സുവിശേഷകന്റെ സുവിശേഷത്തിന്റെ അതേ ശൈലിയാണ് ഈ അപ്പസ്തോല പ്രവർത്തനം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് എന്ന പുസ്തകത്തിലും ചേർത്ത് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാരമ്പര്യം പറയുന്നു വിശുദ്ധ ലൂക്ക തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനവും എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിലാണ് പന്തക്കുസ്തയെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്രാം അധ്യായത്തിലാണ്? ഒച്ചത്തിൽ പറ. 2-ാം അധ്യായം. അപ്പൊ ഇനി ശ്രദ്ധിക്കണം, അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായം വരെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഞായറാഴ്ച പന്തക്കുസ്ത കഴിഞ്ഞ് ഈ ദിവസങ്ങളിൽ നമ്മൾ വായിക്കേണ്ട, ധ്യാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചേർത്ത് വെച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിലെ വചനങ്ങൾ അത് വായിക്കും തോറും പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നിലും കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നിലും അതിശക്തമായി ചില കാര്യങ്ങളിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവര് വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 4 അതിൽ ഈശോ ശിഷ്യന്മാരോട് ഒരു കാര്യം പറഞ്ഞു. എന്നതാ പറഞ്ഞേ? ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. എന്താ പറഞ്ഞ? 8-ാം തിരുവചനത്തിൽ 1:4 പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കണം. 8-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് അവസാനമായിട്ട് പറഞ്ഞു, എന്നാൽ
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വചനം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് മുമ്പോട്ട് വായിച്ചു പോകുമ്പോൾ 1-ാം അധ്യായം 14-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇതാ, അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവരുടെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എത്ര ദിവസം പിന്നീട് തുടർച്ചയായിട്ട് അവർ പ്രാർത്ഥിച്ചു? ഒച്ചത്തി പറ. 10 ദിവസം. എത്ര പേര്? 120ഓളം പേര് പിന്നീടുള്ള 10 ദിവസങ്ങളിൽ തുടർച്ചയായ പ്രാർത്ഥന. പ്രിയപ്പെട്ടവർ, ആ ദിവസങ്ങളിലാണ് നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വചനം തെളിയുന്നുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനത്തിൽ ശിഷ്യന്മാരിൽ യൂദാസ് പുറത്തുപോയി. ആ യൂദാസിന് പകരം ഒരാളെയും കൂടെ തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുത്ത ആളുടെ പേര് മത്തിയാസ്. അവർ കുറിയിട്ടു. മത്തിയാസിന് കുറി വീണു. അപ്പൊ 12 ശിഷ്യന്മാര്, പരിശുദ്ധ അമ്മ, അതോട് ചേർന്ന് കുറെ അധികം വിശ്വാസികളുടെ കൂട്ടായ്മ, ഇങ്ങനെ നിൽക്കുന്ന തിരുസഭയുടെ ആദ്യത്തെ ആരംഭം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും, പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെല്ലാവരും, ഇപ്പൊ നമ്മൾ പറഞ്ഞ അവരെല്ലാവരും 10 ദിവസത്തെ പ്രാർത്ഥന 10-ാം ദിനത്തിൽ ഈ 120ഓളം പേര് ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. 1-ാം അധ്യായം 4-ാം വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 4. 1-ാം അധ്യായം 4-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. എത്രാം അധ്യായത്തിലാണ്? 2-ാം അധ്യായം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ഇതാ, പ്രാർത്ഥിച്ച എല്ലാവരുടെ മേൽ ആര് നിറഞ്ഞു? പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം സംഭവിച്ചൊരു കാര്യം, അവരെല്ലാവരും ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അവരുടെ നാവിന്റെ നിയന്ത്രണം ആരേറ്റെടുത്തു? പറ. പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, ഒരാളുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ആദ്യത്തെ അടയാളം എവിടെയാ? ആ വ്യക്തിയുടെ നാവിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, പരിശുദ്ധാത്മാവ് നിന്റെ നാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യത്തിൽ വേണ്ടത് അച്ചോ, അതാ ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളുടെ നാവിന്റെ നിയന്ത്രണം. ആ വിഷയം പിന്നീട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം. 120ഓളം പേരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ജനക്കൂട്ടം മുഴുവൻ, ഒത്തിരി ദൈവജനം വന്നു ചേർന്നിട്ടുണ്ട്. ഇവർക്കൊന്നും മനസ്സിലാവണില്ല. അവർ പറഞ്ഞു, ഇവരെല്ലാവരും ഞങ്ങളുടെ ഭാഷകളിൽ ഇവർ സംസാരിക്കുന്നല്ലോ. അവർ വിസ്മയഭരിതരായി. കണ്ടോ, അവർ വിസ്മയഭരിതരായി എന്ന് അവർ വിസ്മയഭരിതരായി, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ഇങ്ങനെ വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പത്രോസ് ശ്ലീഹ പിന്നീട് ഒരു പ്രസംഗം തുടങ്ങും. പത്രോസ് ശ്ലീഹയുടെ പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പത്രോസ് ശ്ലീഹ പ്രസംഗിക്കുകയാണ്. ആരെക്കുറിച്ചാണ് പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചത്? പറഞ്ഞേ, ആരെക്കുറിച്ചാണ് പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചത്? പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചത് പത്രോസ് ശ്ലീഹയുടെ ഭാര്യയെ കുറിച്ചാണ്. ആണോ? വീട്ടിലെ കഷ്ടപ്പാടിനെ കുറിച്ചാണ്. ആണോ? പത്രോസ് ശ്ലീഹയുടെ ബാല്യകാല അനുഭവത്തെ കുറിച്ചാണ്. ആണോ? അല്ല. പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചത് ഒരൊറ്റ കാര്യത്തെ കുറിച്ച്. ആരെക്കുറിച്ചാ? പറയൂ. യേശുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്.
മരിച്ചവരിൽ നിന്ന് ഉയർക്കപ്പെട്ട യേശുവിനെ കുറിച്ച് പത്രോസ്ലീഹ പ്രസംഗിച്ചപ്പോൾ കേട്ട് നിന്നവരുടെ ഉള്ളിൽ എന്തുണ്ടായി? പറ. കേട്ടവരുടെ ഉള്ളിൽ എന്തൊരു കാര്യം സംഭവിച്ചു? കേട്ടവരുടെ ഉള്ളിൽ ഒരു കാര്യം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിൻ്റെ 37-ാം തിരുവചനം ഒന്ന് വായിക്കേ. 37-ാം തിരുവചനം, 37, ചാപ്റ്റർ 2 വേഴ്സ് 37 ഒന്ന് വായിച്ചേ. 37. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. ഏത് കേട്ടപ്പോൾ? പറ. ഈശോയെ കുറിച്ച് കേട്ടപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി. അടുത്ത വചനം വായിച്ചേ. പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഇനി എന്നതാ ചെയ്യണ്ടേ? അല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ കേട്ട ആളുകൾക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ പറ്റില്ല, ജീവിതത്തിൽ ഒരു മാറ്റം വേണം. ഒരു വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയിൽ സംഭവിക്കേണ്ട അടിസ്ഥാനപരമായ മാറ്റം, ആ വ്യക്തിയുടെ ഉള്ളിൽ വലിയ മാറ്റം. ഇങ്ങനെ പോയാൽ പറ്റൂല, എനിക്കൊരു മാറ്റം വേണം. അടുത്ത വചനം വായിച്ചേ. ഒരു കാര്യം നമ്മൾ പഠിക്കും. വായിച്ചേ. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നതാ? പശ്ചാത്തപിക്കണം. പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിക്കാൻ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം, തൻ്റെ ജീവിതത്തിൽ സ്വഭാവത്തിൽ ഒരു മാറ്റം. പശ്ചാത്തപിക്കണം. പറഞ്ഞേ, പശ്ചാത്തപിക്കണം. അല്പം കൂടെ ഒച്ചത്തിൽ പറയോ. വലത് ഇടത് വിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്ത് പശ്ചാത്തപിക്കണം. പ്രൈസ് ദി ലോർഡ്. ശ്രുതി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ അപ്പസ്തോല പ്രവർത്തന 2-ാം അധ്യായം, നമ്മൾ വിഷയത്തിലോട്ട് വരുവാണ്. 2-ാം അധ്യായത്തിൽ പത്രോസ്ലീഹ പ്രസംഗിച്ചപ്പോ ദൈവജനത്തിന്റെ ഹൃദയം നുറുങ്ങി. എന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? അപ്പൊ പത്രോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കണം. എന്നിട്ട് അവരെല്ലാവരും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ചോദിക്കട്ടെ, അപ്പസ്തോല പ്രവർത്തന 2-ാം അധ്യായത്തിൽ പന്തക്കുസ്ത ദിനത്തിൽ എത്ര പേര് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു? എത്ര പേര്? പറ. 2 പേര്, 10 പേര്, 20 പേര്, 100 പേര്, 1000? എത്ര പേര്? അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ പറയുന്നു, ചാപ്റ്റർ 2 വേഴ്സ് 41. എന്താ പറയുന്നേ? 3000 പേർ. 1-2 അല്ല, 3000 പേര് ഒരൊറ്റ ദിവസം പന്തക്കുസ്ത ദിനത്തിൽ 3000 പേര് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. 3000 പേര്. പറ, എത്ര പേര്? ഇത് പഠിച്ചോണം, ഇത് കണക്ക് പഠിക്കണം കേട്ടോ, കണക്ക് പഠിക്കണം. ഒരു ശുശ്രൂഷ നടന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നതാ? യേശുവിന് രക്ഷകനും നാഥനുമായിട്ട് 3000-ഓളം പേര് സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത അധ്യായം 3-ാം അധ്യായത്തിലേക്ക് പോകുന്നു. പത്രോസും യോഹന്നാനും 2 പേരും. 2 പേരുടെ പേര് പറഞ്ഞേ. പത്രോസും യോഹന്നാനും ഇതാ ദേവാലയ കവാടത്തിലൂടെ പോകുമ്പോൾ ഒരു പാവപ്പെട്ട ഒരുത്തൻ, എഴുന്നേറ്റിരിക്കാൻ ശേഷിയില്ല, അവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്കെന്തെങ്കിലും തരണം. പത്രോസ്ലീഹ ഉടനെ അവനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. എന്നതാണെന്നറിയോ? ഒന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 6-ാം തിരുവചനം. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. എന്നതില്ല? പറ. വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. ഉണ്ടോ? കഴുത്തേൽ കിടപ്പുണ്ട്. സ്വർണ്ണമാണോ മുക്കുകൊണ്ടാണോ എന്തോ ഉണ്ട്. സ്വർണമോ വെള്ളിയോ എന്റെ കയ്യിലില്ല. ഇനി എനിക്ക് എന്റെ കയ്യിലുള്ളത് എന്നതാ? അത് പറയും. വായിച്ചേ. എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു. എന്നതാ? നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ പത്രോസിന്റെ കയ്യിൽ എന്നതാ ഉള്ളത്? ആകപ്പാടെ പറയൂ, ഉച്ചത്തിൽ പറ. എന്നതാ ഉള്ളേ? യേശു, നസ്രായനായ യേശു. ആ വ്യക്തിയാണ് ഈശോയുടെ പത്രോസിന്റെ കയ്യിലുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ എന്നതാ ഉള്ളേ? എൻ്റെ അച്ചോ, കുറേ ദുഃഖം, കുറേ ഭാരം, ആകുലത. ഓർക്കും തോറും ഉറക്കം കിട്ടണില്ല അച്ചോ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞതാ, ഓർക്കും തോറും ഉറക്കം കിട്ടുന്നില്ല. എന്നതാ കയ്യിലുള്ളേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പത്രോസ്ലീഹയുടെ കയ്യിൽ എന്നതാ ഉള്ളേ? യേശു. നമ്മുടെ കയ്യിൽ എന്നതാ ഉള്ളേ?
കുറേ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ. പത്രോസ്ലീഹ ആ മുടന്തനോട് പറഞ്ഞു, എനിക്ക് തരാൻ സ്വർണ്ണവും ഇല്ല വെള്ളിയുമില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ അത്ഭുതകരമായ നാമത്തിൽ അവനോട് പറയുന്നു, എഴുന്നേൽക്കുക, നടക്കുക. വചനം വായിക്കുന്നത് ഇങ്ങനെയാണ്, തൽക്ഷണം അവൻ എഴുന്നേറ്റ് നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ. 3-ാം അധ്യായം 19-ാം തിരുവചനം 19-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം കാണും. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഈ അത്ഭുതം നടന്നത് എന്തിനാ? ഒരത്ഭുതം നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ചെയ്യണത് അത്ഭുതം കണ്ട് കൈയടിച്ച് പാട്ടും പാടി യൂട്യൂബിൽ ഇട്ടിട്ട് നമ്മൾ പോവും. അതല്ല. ഒരത്ഭുതം നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരടയാളം സംഭവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിനക്കൊരു രോഗശാന്തി കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ബൈബിൾ വചനം പറയുന്നു, തൊട്ടടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ സംഭവിക്കേണ്ടെന്നറിയോ? പശ്ചാത്താപം. പത്രോസ്ലീഹ പ്രസംഗിച്ചപ്പോൾ അവരുടെ അവരുടെ ഹൃദയം നുറുങ്ങി. അപ്പൊ അവര് ചോദിച്ചു, ഞങ്ങൾ എന്നതാ ചെയ്യണ്ടേ? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കണം. 3-ാം അധ്യായത്തിൽ നമ്മൾ അത് തന്നെ കാണുന്നു. പത്രോസ്ലീഹ അവരോട് പറയുന്നു, നിങ്ങൾ ഈ അത്ഭുതം കണ്ടിട്ട് ഓടി നടന്ന് നിഗളിക്കേണ്ട, മറിച്ച് എന്തു ചെയ്യണം? പശ്ചാത്തപിക്കണം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, പശ്ചാത്തപിക്കണം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് പറ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 3-ാം അധ്യായത്തിൽ മുടന്തിന് സൗഖ്യം. നമ്മൾ ധ്യാനിക്കുന്ന 4-ാം അധ്യായം. 4-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ചിത്രം അങ്ങ് മാറും. 2 പേരാണ് ദേവാലയത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടത്. ആരായി 2 പേര്? പറയൂ, ഒച്ചത്തിപ്പറ. പത്രോസും യോഹന്നാനും. ഈ പത്രോസിനെയും യോഹന്നാനെയും നാട്ടിലെ അധികാരികൾ അറസ്റ്റ് ചെയ്തു. നാട്ടിലെ അധികാരികൾ അറസ്റ്റ് ചെയ്തു. കാരണം എന്നതാ? ഒറ്റ കാര്യമുള്ളൂ, ഇവന്മാര് പോകുന്നിടത്തൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും. ഈ ദേവാലയ കവാടത്തിൽ മുടന്തിന് സൗഖ്യം കിട്ടി. ഈ വാർത്തയെറിഞ്ഞ് എത്ര പേര് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു? എല്ലാത്തിനും 3000 എന്ന് പറയണ്ട. പന്തക്കുസ്താ ദിനം എത്ര പേര്? 3000. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത്, ദേവാലയ കവാടത്തിൽ വെച്ച് പത്രോസ്ലീഹ ഒരുത്തിന് സൗഖ്യം കൊടുത്തു. ജനം മുഴുവൻ അത്ഭുതപ്പെട്ടു. ആ ദിവസം എത്ര പേര്? അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 4-ാം തിരുവചനം 4-ാം അധ്യായം 4-ാം തിരുവചനം എത്ര പേരാ? അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായി. 5000-ഓളമായി. എത്ര ഉണ്ടായിരുന്നു? അതിൻ്റെ കൂട്ടത്തിൽ എത്ര ചേർത്താൽ 5000 ആകും? അപ്പൊ എത്ര പേര് മുടന്തിന് സൗഖ്യം കിട്ടിയ ആ ദിവസം യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു? കണക്ക് പറഞ്ഞേ. 2000, 3 2 5, 5000 പേര് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചപ്പോൾ അധികാരികൾ ഇവന്മാരെ അങ്ങ് പൊക്കി. ആരെ? പത്രോസിനെയും യോഹന്നാനെയും പിടിച്ചു. എന്നിട്ട് കാരാഗ്രഹത്തിൽ അടച്ചു. അങ്ങനെ ഇവന്മാര് രക്ഷപ്പെടണ്ട. 2 പേരെയും അടച്ചു. എന്നിട്ട് പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തധികാരത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കേട്ടപ്പോൾ പത്രോസും യോഹന്നാനും എന്തു പറഞ്ഞു? അപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 8-ാം തിരുവചനം. ആക്ട് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സ് 8 വായിച്ചേ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആരിൽ നിറഞ്ഞു? പത്രോസ് അവരോട് പറഞ്ഞു. പത്രോസ് മറുപടി പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെ കുറിച്ചാണ് എന്തു മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയത് എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും
ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. എന്നതാ? നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് പറയുകയാണ്, പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറയുകയാണ്, ഞങ്ങളെ പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ഒരൊറ്റ ആളുടെ പേരില. ആരുടെ പേരിൽ? പറയ്. നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പോട്ടാശ്രമത്തിൽ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ആരുടെ പേരില? പറയ്. നസ്രാനായ യേശുവിൻ്റെ നാമത്തിലാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തിരിക്കുന്നവരോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, നീ ഇവിടെ വന്നിരിക്കുന്നത് നസ്രാനായ യേശുവിൻ്റെ നാമത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പൊ പത്രോസ്ലീഹ പറയുകയാണ്, പത്രോസ്ലീഹ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ പത്രോസ്ലീഹ ഇത് കൃത്യമായിട്ടാണ് ഉത്തരം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സംസാരിച്ചു. ഈശോ പണ്ടേ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എന്നറിഞ്ഞുകൂടെ? ലൂക്കാസ് വിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനം. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം, പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് നീ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, മറിച്ച് പരിശുദ്ധാത്മാവ് നിന്നെ സംസാരിക്കാൻ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി എങ്കിൽ, ഈ കാരാഗ്രഹത്തിൻ്റെ അകത്ത് ജയിലിൽ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ ഇരുന്ന് ആലോചിക്കും, ഏത് അഡ്വക്കേറ്റിനെ വിളിക്കണം, ആരെയൊക്കെ കൂട്ടിന് പിടിക്കണം, എങ്ങനെ ഉത്തരം പറയണം. ആലോചിച്ച് നമ്മൾ മണ്ടത്തരം ഒപ്പിക്കും, അല്ലേ? മിക്കവാറും ആലോചിച്ചാണ് മണ്ടത്തരം ഉണ്ടാക്കുന്നത്. എന്നാൽ പത്രോസും യോഹന്നാനും ആരോടും ആലോചിച്ചില്ല, ഒറ്റ ആലോചന മാത്രം. ആരോട്? പരിശുദ്ധാത്മാവിനോട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ടൊരു കാര്യം പത്രോസ്ലീഹ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു. തങ്ങൾ അറസ്റ്റ് ചെയ്തവരോടൊരു കാര്യം പറഞ്ഞു. 4-ാം അധ്യായം അതിന്റെ 12-ാം തിരുവചനം നമുക്ക് വളരെ പരിചിതമായ വചനം. ഏതാ വചനം? ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാരോട് പറഞ്ഞു? പറയ്, ഇത് ആരോടാ പറഞ്ഞേ? പത്രോസും യോഹന്നാനും തന്നെത്താൻ പറഞ്ഞു. ആണോ? അല്ലെന്ന്. തന്നെ അറസ്റ്റ് ചെയ്തവരോട്, ചോദ്യം ചെയ്യുന്നവരോട് പറഞ്ഞു, ദേ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ പത്രോസിനെ കുറിച്ചൊക്കെ ഓർക്കണം. പാവം ഒരു മീൻപിടുത്തക്കാരൻ ഇപ്പതാ ധൈര്യപൂർവ്വം നിന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഒരു വ്യക്തിയിൽ ധൈര്യം വരും, ആ വ്യക്തിയുടെ സംസാര ശൈലിക്ക് വ്യത്യാസം വരും. ആ വ്യക്തി പറയാണ്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിന്റെ നാമം മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആരുടെ നാമം പിടിച്ചോ? ആരുടെ നാമം? പറയൂ. യേശുവിന്റെ നാമം. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിന്റെ 21-ാം തിരുവചനത്തിൽ ഇത് കൃത്യമായിട്ട് പത്രോസ്ലീഹ നമ്മളോട് നേരത്തെ പറഞ്ഞൊരു കാര്യം. ഏതാ വചനം എന്നറിയോ? അപ്പസ്തോല പ്രവർത്തനം 2:21. ഏതാ? കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒറ്റ കാര്യമാണ് പത്രോസ്ലീഹ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. ദേ, കർത്താവായ യേശുവിന്റെ നാമം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആരുടെ നാമം മാത്രം? അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞ ആരുടെ നാമം മാത്രം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പത്രോസിനെ അധികാരികൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇനി മേലിൽ നീ യേശുവിൻ്റെ നാമം മിണ്ടിയേക്കരുത്. ഇനി മേലിൽ ഈ പരിപാടിയും കൊണ്ട് നടന്നേക്കരുത്. ഇത്രയും നാളും നടന്നതൊക്കെ ഓക്കെ,
പക്ഷെ ഇനി മേലിൽ ഈശോയുടെ നാമവും പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് വിട്ടു. ആരെ വിട്ടു? പത്രോസിനെയും യോഹന്നാനെയും വിട്ടു. ഈ പത്രോസും യോഹന്നാനും കൂടെ എന്ത് ചെയ്തു? നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലേക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്തയിലോട്ട് വരിക. ഈ പത്രോസും യോഹന്നാനും കൂടെ എന്ത് ചെയ്തു? എന്നാ പിന്നെ ഞങ്ങളായിട്ട് ആർക്കും ഒരു ഉപദ്രവവും വരുത്തുന്നില്ലേ എന്നും പറഞ്ഞ് മിണ്ടാണ്ട് വീട്ടിൽ പോയി വാതിലടച്ചിരുന്നു. ആണോ? അവരെന്ത് ചെയ്തു? പറ, നിങ്ങളുടെ അറിവിലുള്ളത് പറഞ്ഞ് അവരെന്ത് ചെയ്തു? അവർ മാറിയിരുന്ന് ആലോചിച്ചു, കൂടോത്രം ഉപയോഗിച്ച് ഈ അധികാരികളെ ശരിയാക്കാം. ആണോ? മന്ത്രവാദം, കൂടോത്രം, ശത്രു സംഹാര പൂജ ചെയ്ത് അവന്മാരെ ശരിയാക്കാം. ആണോ? ഇങ്ങോട്ട് നോക്കി, ആണോ? അല്ല. അവരെന്ത് ചെയ്തു? അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനം. 23-ാം തിരുവചനം എന്തെഴുതിയിരിക്കുന്നതെന്ന് വായിച്ചേ. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അപ്പൊ ഈ രണ്ടുപേരും എന്ത് ചെയ്തു? അവന്മാർ രണ്ടുപേരും അധികാരികളുടെ സ്ഥലത്ത് നിന്ന് പുറത്തോട്ട് വന്നു. ഭീഷണിയെല്ലാം കേട്ട് പുറത്തോട്ട് വന്നിട്ട് നേരെ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആദിമ ക്രൈസ്തവ സമൂഹം അവരുടെ പക്കലോട്ട് വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെയുള്ളവരെന്ത് ചെയ്തു? അവിടെയുള്ളവർ കൂട്ടമായിട്ട് നിന്ന് വാട്സപ്പ് എടുത്ത്, അല്ലേ, അങ്ങനെയല്ലേ, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് അറ്റാക്ക് നടത്താം, സൈബർ അറ്റാക്ക് നടത്താം. അധികാരികൾ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അല്ലേ? ഈ പുള്ളി അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. നമുക്ക് സൈബർ അറ്റാക്ക് നടത്താം. അതിനുവേണ്ടി കുറേ പേരെ ഏർപ്പാട് ചെയ്തു. അങ്ങനെയാണോ? കുറേ പേര് മാറിയിരുന്നുകൊണ്ട് ശപിക്കാൻ തുടങ്ങി. അങ്ങനെയാണോ? അല്ല. വചനം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു കേട്ടെ. എന്താ പറയുന്നത്? 24-ാം തിരുവചനം. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ അവരുടെ ഇടയിൽ ഡിവിഷൻ ഉണ്ടായോ? പറയൂ. ഇല്ലെന്ന്. അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ അവർ സർവശക്തനായ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. പന്തക്കുസ്ത അനുഭവിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. പറഞ്ഞേ. പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദിമ ക്രൈസ്തവ സമൂഹം പിന്നീട് അവരൊരുമിച്ച് നിന്നൊരു പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിക്കണം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വചനം. ഒരു കൊച്ചു വചനങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വായിക്കണം. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പസ്തോലന്മാരും ആദിമ ക്രൈസ്തവ സമൂഹവും എങ്ങനെ പ്രാർത്ഥിച്ചുവെന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ച് അതിൻ്റെ 29-ാം തിരുവചനം വായിച്ചാൽ അതിൻ്റെ മർമ്മം പിടികിട്ടും. 29-ാം തിരുവചനം. അതിനാൽ കർത്താവേ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. ഇതാണ് പ്രാർത്ഥന. എന്നതാ പ്രാർത്ഥന? അതിനാൽ കർത്താവേ അവരുടെ ഭീഷണി. ആരുടെ ഭീഷണി? ഞങ്ങളെ കുറച്ച് പേര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഭീഷണികളെ അങ്ങ് ശ്രദ്ധിക്കണമേ. നമ്മളാണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിച്ചേനെ? പറ, എങ്ങനെ പ്രാർത്ഥിച്ചേനെ? നമ്മുടെ ജീവിതത്തെ ശല്യപ്പെടുത്തുന്നവര്, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്നവര്, ഭീഷണിപ്പെടുത്തുന്നവര്, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? പറഞ്ഞേ, എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചേച്ചി കോട്ടാശ്രമത്തിലാണ്. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ താമസിക്കുന്ന വീടും അപ്പുറത്തെ വീട്ടുകാരും തമ്മിൽ വർഷങ്ങളായച്ചാ പ്രശ്നത്തിലാണ്. അതിർത്തി തർക്കമാണ് അച്ഛാ, അതിർത്തി തർക്കം. അപ്പം ഞാൻ പറഞ്ഞു, ഇത് വലിയൊരു ഭാരമാണല്ലോ. അച്ഛൻ പേടിക്കണ്ട അച്ഛാ, ഞാൻ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞു.
അച്ഛനറിയോ, ഞാൻ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചു കെട്ടു അച്ഛാ, ഞാൻ പിടിച്ചു കെട്ടും. ഞാൻ ചോദിച്ചു, എന്നതാ ചേച്ചി പ്രാർത്ഥിക്കുന്നേ? അച്ഛാ, ദിവസം 33 വിശ്വാസ പ്രമാണമാണ് ഞാൻ ചെല്ലുന്നത്. അവരെ ഉണ്ടല്ലോ, അവരെ ഞാൻ തുരത്തി ഓടിക്കും. 33 വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ അയൽവാസികളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അവര് നശിച്ചു പോകുവച്ചാ. എൻ്റെ സർവശക്തനായ ദൈവം അവരെ നശിപ്പിക്കും. അവരെ ഞാനൊരു പാഠം പഠിപ്പിക്കും. മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ കുർബാനയ്ക്ക് പണം കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ ചേച്ചി? അവർ നശിച്ചു പോകാൻ കുർബാനയ്ക്ക് പണം. അപ്പച്ചനും എല്ലാം മനസ്സിലാവണുണ്ടോ? ഇതാണ് അവസ്ഥ. മറ്റവർ നശിച്ചു പോകാൻ വേണ്ടി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലണുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്നവരെ ശ്രദ്ധിച്ചേ, ഓൺലൈൻ പങ്കെടുക്കുന്നവരെ ശ്രദ്ധിച്ചേ. നിന്റെ പ്രാർത്ഥന എന്നതാ? നിന്റെ ജീവിതത്തിൽ നിന്നെ പീഡിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും, ഭീഷണിപ്പെടുത്തുന്നവരൊക്കെ ഉണ്ടാവും. നീ എന്നതാ പ്രാർത്ഥിക്കുന്നേ? എന്താ പ്രാർത്ഥിക്കുന്നേ? അവര് നശിച്ചു പോകാനാണോ നീ പ്രാർത്ഥിക്കുന്നത്? വചനം പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? കർത്താവേ, അവരെ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവരുടെ ഭീഷണികളെ അങ്ങ് ശ്രദ്ധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ഭീഷണികൾ അങ്ങ് ശ്രദ്ധിച്ചോണം, അങ്ങ് നോക്കിക്കോണം. അതെന്റെ പണിയല്ലെന്ന്. അവരെ എതിർക്കാൻ പോകുന്നത് നമ്മുടെ പണിയല്ല. നിന്റെ ജീവിതത്തെ തകർക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ നീ ഇറങ്ങി പുറപ്പെട്ട് നിന്റെ ജീവിതത്തിന്റെ ശേഷി മുഴുവൻ കളയല്ലേ. കാരണം അത് നിന്റെ പണിയല്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഭീഷണികളെ കർത്താവേ അങ്ങ് ശ്രദ്ധിച്ചോണം, അങ്ങ് ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മാവ് നിറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനാ ശൈലിയിൽ വ്യത്യാസം വരും. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനാ ശൈലിയിൽ വ്യത്യാസം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകണമെങ്കിൽ അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായം, വലിയ താമസമില്ലാതെ നമ്മൾ ഈ ദിവസങ്ങൾ പഠിക്കുന്ന മറ്റൊരു വചനഭാഗമാണ് 7-ാം അധ്യായം. അതിൻ്റെ 54-ാം തിരുവചനം. സ്റ്റെഫാനോസിനെ കുറിച്ചൊരു വചനമുണ്ട്, ഒന്ന് വായിച്ചേ. 54-ാം തിരുവചനം, ചാപ്റ്റർ 7 വേഴ്സ് 54. ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. കോപാക്രാന്തരായി പല്ല് കടിച്ചു. എന്തു കടിച്ചു? വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളും പല്ലുകടി അല്ലേ? കോപാക്രാന്തരായി പല്ലുകടി. അത് ഒന്നൊന്നര പല്ലുകടിയായിരിക്കും അല്ലേ? ഓർമ്മയില്ലേ? നിന്നെ നോക്കി മറ്റുള്ളവർ പല്ല് കടിക്കുമ്പോ, അരിശപ്പെടുമ്പോ, ദേഷ്യപ്പെടുമ്പോ നീ എന്നതാ ചെയ്യണേ? സ്റ്റെഫാനോസ് എന്ത് ചെയ്തെന്ന വചനം പഠിപ്പിക്കുന്നു. വായിച്ചേ, 55-ാമത്തെ വചനം വായിച്ചേ. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. 59-ാം വചനം വായിച്ച. 59 ചാപ്റ്റർ 7 വേഴ്സ് 59. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്റ്റെഫാനോസ്. പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തിയുടെ അടയാളം അതാണ്. തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞു കൊടുത്തേ. തന്നെ വിഷമിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ ശൈലിയിൽ വ്യത്യാസം. പന്തക്കുസ്ത അനുഭവം ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അടയാളം നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റമുണ്ടോ? പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സിസ്റ്റർ, ഇവിടെ ഒന്നും ഉള്ളതല്ല, ദൂരെ ഉള്ളതാ, റെവറൻഡ് സിസ്റ്റർ കന്യാശ്രീ. ആ കന്യാശ്രീയെ കണ്ടപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞങ്ങളുടെ കോൺവെന്റിൽ പുതിയതായിട്ട് വന്നൊരു കന്യാശ്രീ, ഒരു രക്ഷയില്ല. എന്നാ സ്വഭാവ, മൊരട്ട് പിടിച്ച സ്വഭാവം. എൻ്റെ അച്ഛൻ മടുത്തു. ആ ഒരു കന്യാശ്രീ കാരണം ഞാൻ മടുത്തോണ്ടിരിക്കുകയാണ്. എന്നാന്നറിഞ്ഞുകൂടച്ചാ, അത് നടന്നു വരുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ കൈകാലുകൾ ചൊറിഞ്ഞു വരും. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? ഇല്ലേ?
ഇടയ്ക്കൊക്കെ നമുക്ക് അങ്ങനെ വരും. ചില ആളുകളെ കാണുമ്പം തന്നെ ചൊറിഞ്ഞു വരും. ഒന്നും ചെയ്തിട്ടല്ല, വെറുതെ ചൊറിച്ചിൽ അല്ലേ? ചിലരെ കാണുമ്പോൾ, ചിലരുടെ ഭാഷ കേൾക്കുമ്പോൾ, ചില കാര്യത്തിൽ ഇടപെടുമ്പോൾ തന്നെ നമുക്കൊരു ചൊറിച്ചിൽ വരും. അപ്പം ഈ കന്യാസ്ത്രീ എന്നോട് പറയും, എൻ്റെ അച്ഛാ മറ്റേ കന്യാസ്ത്രീനെ കാണുമ്പോൾ തന്നെ ചൊറിച്ചിൽ, അസ്വസ്ഥത അച്ഛാ, അസ്വസ്ഥത. അച്ഛാ ഞാൻ കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു എന്തിനാ? ആ കന്യാസ്ത്രീനെ ഈ കോൺവെന്റിൽ നിന്ന് ദൂരെ വിടണ്ടേ? പിന്നെ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഞാൻ കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. ചിലർക്ക് സന്തോഷം, കന്യാസ്ത്രീയെ കുറിച്ചാണല്ലോ പറഞ്ഞത്, എന്നെക്കുറിച്ചല്ലല്ലോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് നമ്മളെക്കുറിച്ചാ. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തിനാ എന്നതാ പ്രാർത്ഥിക്കുന്നേ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു മനുഷ്യന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റം. അവന്റെ ശത്രുക്കൾ, അവനെ വിഷമിപ്പിക്കുന്ന, അവരെ പേടിപ്പിക്കുന്ന ആളുകളോട് എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടത്? നിന്റെ വീട്ടിൽ ഒരുപക്ഷെ നിന്റെ ഭർത്താവ് നിന്നെ പ്രാർത്ഥനയ്ക്ക് സമ്മതിക്കണമെന്നില്ല, നിന്റെ മക്കൾ സമ്മതിക്കണമെന്നില്ല, നിന്റെ പ്രിയപ്പെട്ടവർ സമ്മതിക്കണമെന്നില്ല. എങ്ങനെയാ നീ കൈകാര്യം ചെയ്യുന്നത്? നിന്റെ പ്രാർത്ഥനയിൽ അവരോട് എങ്ങനെയാ നിലപാട്? ഒരുപക്ഷെ നിന്റെ ഇടവകയിൽ അങ്ങനെ ഉണ്ടാവും. ഇടവകയിൽ ഉണ്ടാവും. എങ്ങാനും കുർബാന കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തോട്ടിറങ്ങുമ്പം കുറച്ച് പേര് അവിടെ വട്ടം കൂടുന്നുണ്ട്. പിന്നെ ഒരു പ്രാർത്ഥനക്കാരി വന്നിരിക്കുന്നു, പന്തക്കസ്തക്കാരിയാണ്, നടക്കണ നടപ്പ് കണ്ടില്ലേ, കരിസ്മാറ്റിക്കുകാരി, പോട്ടക്കാരി, കൊന്തയും പിടിച്ച് നടക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്തു പറയും? നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് നിന്നെ ഞാൻ തുരത്തും. ഇതാണോ പറയണേ? സൂക്ഷിക്കണമെന്ന്. നിന്നെ വിഷമിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തിൽ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നവരോട് നിന്റെ നിലപാടെന്താന്ന്? ഞാനൊരു പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റി ചെന്നപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഒരു ഇലക്ഷനോട് ബന്ധപ്പെട്ടാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു പ്രാർത്ഥനക്കാരൻ്റെ പ്രാർത്ഥന, കർത്താവേ ദേ ഇന്നയാളെ പാമ്പ് കൊത്തണേ, പാമ്പ് കടിച്ച് ഈ മനുഷ്യൻ. ആലോചിച്ച് നോക്കിക്കേ, ഇതാണോ പ്രാർത്ഥിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ആരോ വന്ന് പറഞ്ഞ പോലെ, അച്ഛാ കൊറോണ വന്ന് എന്തോരം പേരാ മരിക്കുന്നത്, ഇതിന് മാത്രം കൊറോണ വരുന്നില്ലല്ലോ അച്ഛാ. നമ്മൾ കൊറോണ വരാനും പാമ്പ് കൊത്താനും ആണോ പ്രാർത്ഥിക്കേണ്ടത്? അതല്ലെന്ന്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നതാ? തൊട്ടടുത്ത വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 30-ാം തിരുവചനം വായിച്ചേ. ചാപ്റ്റർ 4 വേഴ്സ് 30 ഒച്ചത്തിൽ വായിച്ചോ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. കണ്ടോ? അടുത്ത വചനം കൂടെ വായിച്ചേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഇതാണ് എനിക്ക് വേണ്ടത്. കർത്താവേ, ശത്രുക്കളുടെ കാര്യം നീ നോക്കിക്കോണം, അതെനിക്കറിയണ്ട. എൻ്റെ വീട്ടിലിതേ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്നെ പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നില്ല. ഇവരുടെ കാര്യം നീ നോക്കിക്കോണം. ഇടവകയിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇവരുടെ കാര്യം നീ നോക്കിക്കോണം. എൻ്റെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇവരുടെ കാര്യം നീ നോക്കിക്കോണം. എനിക്ക് എന്നതാ വേണ്ടേ? എൻ്റെ കർത്താവേ, പൂർണ്ണ ധൈര്യത്തോടെ വചനം പറയാൻ ശക്തി വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റം, അടിമുടി മാറ്റം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടിയിട്ടാ ഈ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് നമുക്കൊന്ന് ഏറ്റുചൊല്ലാം. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥന. ആദിമ ക്രൈസ്തവ സമൂഹം പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രാർത്ഥനാ ശൈലിയിലുണ്ടായ മാറ്റം, അവരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ശക്തി നിറയാൻ. ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഇത് പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും?
തൊട്ടടുത്ത വചനം വായിച്ചാൽ ഈ വിഷയത്തിനുള്ള ഒരു ഉത്തരം കിട്ടും. 31-ാം തിരുവചനം വായിച്ചോ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. എന്നിട്ട് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ച് നിന്നിരുന്ന സ്ഥലം ഒന്ന് കുലുങ്ങി, പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരടയാളം അവർക്ക് കൊടുത്തു. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അടയാളങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കണം. ഈ ആലയം വിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, ഈ പോട്ടാശ്രമത്തിൻ്റെ പടിയിറങ്ങി ഞാൻ പോകുന്നതിന് മുമ്പ്, കർത്താവേ എനിക്കൊരടയാളം, ഒരത്ഭുതം, ദൈവമേ അങ്ങൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം എന്നെ വളർത്തുന്ന ഒരടയാളം എനിക്ക് താ. ചോദിച്ച് മേടിക്കണം. ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാ ചോദിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് അസ്വസ്ഥപ്പെട്ടും ആകുലപ്പെട്ടും പരാതി പറഞ്ഞും പിറുപിറുത്തും ഇരിക്കരുത്. എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ, അവർ കാരണം എനിക്ക് ദുഃഖമാണല്ലോ, ഇതും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനേ സമയമുള്ളൂ. മറിച്ച് പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ ശക്തി, ബലം, അഭിഷേകം. അപ്പോൾ എന്ത് ചെയ്യും? ചില അടയാളങ്ങൾ പരിശുദ്ധാത്മാവ് നിറയും, നൽകും. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പഠിപ്പിക്കുന്നത്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ചാടി എഴുന്നേറ്റ് നിന്നേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറയുന്ന പന്തക്കുസ്ത അഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയണം, നമ്മുടെ പ്രാർത്ഥനാ ശൈലിയിൽ മാറ്റം. വലതും ഇടതും നിൽക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറ, പ്രാർത്ഥനാ ശൈലിയിൽ മാറ്റം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ ദ്വേഷിക്കാനല്ല, മറിച്ച് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത് ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് ഈ നിമിഷം നീ പ്രാർത്ഥിച്ചോ. ഒരുപക്ഷെ വീടിനെ കുറിച്ചാവാം, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ ആത്മീയ മേഖലയിൽ തടസ്സപ്പെടുത്തുന്ന, പീഡിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. അവരെയൊക്കെ അങ്ങോട്ട് സമർപ്പിച്ചോ. ഒരുപക്ഷെ നിന്റെ ഇടവകയിൽ ഒരുപക്ഷെ നിന്നെ അസ്വസ്ഥപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവരെ സമർപ്പിച്ചോ. നിന്റെ കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവരെ സമർപ്പിച്ചോ. നിന്റെ ആത്മീയ മേഖലയെ വളർച്ചയെ തടയുന്ന ഏത് വ്യക്തികളോ സംഭവങ്ങളോ ഓർമ്മകളോ ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവേ എനിക്ക് ശക്തി വേണം, പരിശുദ്ധാത്മാവേ ശക്തി വേണം, എനിക്ക് നിന്റെ വചനം പ്രസംഗിക്കാനുള്ള ശക്തി വേണം, അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിക്കാനുള്ള ശക്തി വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിച്ചുകൊണ്ട് നിൽക്കാനല്ല, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വെളിപ്പെടും, ആത്മാവ് വെളിപ്പെടും. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പുതിയൊരു ശക്തി, പുതിയൊരു പന്തക്കുസ്ത കർത്താവിനിൽ ചൊരിയണമേ, കർത്താവിനിൽ ചൊരിയണമേ. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹം അനുഭവിച്ച അതേ അഭിഷേകം, അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ 4 അധ്യായങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അതേ അഭിഷേകം കർത്താവ് ഈ നിമിഷം എന്നിൽ ചൊരിയണമേ. അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കട്ടെ. കൈകൾ ഉയർത്തി ഒരൊറ്റ വിളി, പരിശുദ്ധാത്മാവേ. ആമേൻ. കൈകൾ അടിച്ച് ശക്തിയോടെ പോരാ, നല്ല പോലെ കൈയടിച്ചേ. അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ ശക്തി വേണം, എനിക്ക് ശക്തി വേണം. പോരാ, ക്ഷീണിച്ചവരെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓൺലൈനൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൈയടിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഇടപെടും. ആമേൻ, ആമേൻ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ ആമേൻ. ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കൈകൾ ഉയർത്തി അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ ആമേൻ. വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും ഒന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. അഭിഷേകത്തിനാൽ നാം വ്യാപരിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഒരു പുതിയ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ അതേ അഭിഷേകം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിലും വ്യാപരിക്കപ്പെടട്ടെ. ഒരു പുതിയ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കെട്ടുകൾ അഴിയപ്പെടട്ടെ. പ്രാർത്ഥന അഭിഷേകം ലഭിക്കട്ടെ. ഒരു പുതിയ ശക്തി നിറയപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും കാലാകാലങ്ങളായി പീഡിപ്പിക്കുന്ന ദുഃഖങ്ങളും ഭാരങ്ങളും ഓർമ്മകളും ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. പുതിയൊരു അഭിഷേകം വ്യാപരിക്കട്ടെ. ശക്തിയും ബലാഭിഷേകവും നിറയപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പുതിയൊരു ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ആരാധിക്കും.